ഹായ്, ഇന്ന് 2025 ചോദിച്ച ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 48 ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിലായിട്ടല്ല, പല ക്ലാസ്സുകളിലായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് 49ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ വായിക്കുന്നുണ്ട് കേട്ടോ. 49ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിത്യഹരിത വനം. ഓപ്ഷൻ എ ആണ് ആൻസർ, സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിക്ക് ആ പേര് വരാനുള്ള കാരണം എന്താണ്? അവിടെ ചീവീടുകൾ കാണപ്പെടുന്നില്ല അല്ലേ. അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി കുന്നുകളിലാണ് എന്നും കൂടെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഇരവികുളം ഉണ്ടല്ലേ, ഓപ്ഷനിൽ ഇരവികുളം ഇപ്പോൾ എന്താണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. 1975 മുതൽ 78 വരെ ആ ഒരു സമയത്ത് ഇരവികുളം വന്യജീവി സങ്കേതമായിരുന്നു. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത് വരയാടുകളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വി വിശ്വനാഥനാണ് കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. അപ്പോൾ നമ്മൾ നിലവിലെ ഗവർണർ ആരാണെന്ന് ഓർമ്മിക്കണം. ആരാണ്? ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. 59ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865 ഓപ്ഷൻ ബി ആണ് ആൻസർ. 1865 പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്. പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടി മാധവറാവു ആണ്. അതുപോലെ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ആയില്യം തിരുനാളാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ വായിക്കുന്നുണ്ട്, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ആൻസർ, നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. 1899 സ്ഥാപിച്ചതാണ്. അപ്പു നെടുങ്ങാടിയാണ് നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 53ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? അപ്പോൾ ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ? ഡി ആണ് ആൻസർ. 1936 ഇലക്ട്രിസിറ്റി സമരമാണ്. അപ്പോൾ ബന്ധമുള്ളതൊന്ന് വായിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എയിൽ പറയുന്നത് 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. അതെന്താണ്? ബന്ധമുള്ളതാണ്. അതായത് മലബാറിലെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമുള്ള സംഭവങ്ങളിൽ ഒന്നാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞത്. പിന്നെ ബിയിൽ എന്താണ്? കീഴയ്യൂർ ബോംബ് കേസ്. അതുപോലെ ഇത് കീഴയ്യൂർ ബോംബ് കേസ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ, ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കീഴയ്യൂർ ബോംബ് കേസാണ്. പിന്നെ സിയിൽ എന്താണ്? ഓപ്ഷൻ സി പറയുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമ ലംഘന സമരം. ഇതൊക്കെ എന്താണ്? മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് മൂന്നും. 54ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കെ കേളപ്പൻ. അപ്പോൾ ബന്ധമുള്ളത് നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. ഇനി ബന്ധമുള്ളതെന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്നത് എൻ വി ജോസഫ്, പിന്നെ സിയിൽ പറയുന്നത് പി കെ കുഞ്ഞ്, ഡി സി കേശവൻ. 3 പേരെന്താണ്? നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ആരൊക്കെയാണ് ബന്ധമുള്ളത്? എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. അപ്പോൾ നമുക്ക് 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, വടകര. 1931 വടകര സമ്മേളനം നടന്നത് എന്നും കൂടെ ഓർമ്മിക്കണം കേട്ടോ. 1931 വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യ മഹിളാ സമ്മേളനം നടന്നത്. 56ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ, ടി പ്രകാശൻ. 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ. 57ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. അത് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ അങ്ങനെയുള്ള അവകാശം നേടിക്കൊടുത്തത്. അപ്പോൾ ബന്ധമുള്ളതും നമ്മൾ വായിക്കണം കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയാണ് ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് അല്ലേ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന പ്രഖ്യാപനം ആരുമായിട്ട് ബന്ധമുള്ളതാണ്? ശ്രീനാരായണ ഗുരു.
രണ്ടാമത്തത് ബിയിൽ പറയുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അത് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധമുള്ള പ്രസ്താവനയാണ്. ഡിയിൽ എന്താണ് പറയുന്നത്? മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ എന്താണ്? ഗുരുവായിട്ട് ബന്ധമുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 58ാമത്തെ ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ. കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കൈ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെതായിരുന്നു ഏത്? സമത്വ സമാജം. വാഗ്ഭടാനന്ദൻ്റെതാണ് ഏത്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമത്വ സമാജാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 59ാമത്തെ ക്വസ്റ്റ്യൻ. 1613 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ. വില്യം കീലിംഗ് ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള 60 മുതൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അടുത്ത ക്ലാസ്സായിട്ട് കാണുമായിരിക്കും. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.